നമസ്കാരം. ക്രിസ്റ്റി വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന വീട്ടിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മമ്മൂക്ക സിനിമയിൽ വരുന്നതിന് മുമ്പ് മഞ്ചേരി കോടതിയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. മമ്മൂക്ക ആദ്യകാലത്ത് താമസിച്ചിരുന്നത് മലപ്പുറത്ത് മലയാള മനോരമ ഓഫീസിൻ്റെ ഒക്കെ അടുത്തൊരു ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ മഞ്ചേരിയിലേക്ക് ഡെയിലി പോയി വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മൂക്ക മഞ്ചേരിയിൽ ഈ വീട്ടിൽ വെറും 20 രൂപ വാടക കൊടുത്ത് ചെറിയ ഒരു ഇടുങ്ങിയ റൂമിലൊക്കെ ആയിരുന്നു മമ്മൂക്ക അന്ന് നിന്നിരുന്നത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഇപ്പോൾ ഇവിടെയൊക്കെ ആൾതാമസം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ആൾതാമസം ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആകെ മാറാലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ദവാങ് പാലസ് എന്നാണ് ഈ വീടിൻ്റെ പേര്. മലപ്പുറത്ത് നിന്ന് മമ്മൂക്ക ഈ വീട്ടിലേക്ക് താമസം മാറിയത് കോടതിയൊക്കെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ്. പോവാനും വരാനൊക്കെ എളുപ്പത്തിനായിരുന്നു ഇങ്ങോട്ട് താമസം മാറിയത്. വെറും 20 രൂപ വാടകയ്ക്കായിരുന്നു മമ്മൂക്ക അന്ന് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഒരു കട്ടിലൊക്കെ ഇട്ടാൽ ഫുള്ളാവുന്ന അത്രയും ചെറിയൊരു റൂമിലായിരുന്നു മമ്മൂക്ക താമസിച്ചിരുന്നത്. വീടൊക്കെ വലിയ വീടാണ്, പക്ഷെ അന്നത്തെ സമയത്ത് ഓരോ റൂം സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുത്തതാവും. മമ്മൂക്ക അന്ന് ആക്ടറായിട്ടൊന്നുമില്ലല്ലോ, അന്ന് വക്കീലായിട്ട് ജോലി ചെയ്യുകയാണല്ലോ. മമ്മൂക്ക ഒരു ബുക്കിൽ പറയുന്നുണ്ട് മഞ്ചേരിയിലെ ആളുകൾ വളരെ നല്ല ആളുകളാണ്, സ്നേഹമുള്ള ആളുകളാണെന്നൊക്കെ. പിന്നെ മമ്മൂക്ക ഇവിടെ ജോലി ചെയ്തിരുന്നത് ശ്രീധരൻ നായർ എന്നൊരു വക്കീലിൻ്റെ ജൂനിയർ ആയിട്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു മമ്മൂക്ക മഞ്ചേരി കോടതിയിൽ വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെ എല്ലാവർക്കും വരാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് ഞങ്ങൾ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇതൊരു വേറെ ഒരു വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ.